വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പുഴയിൽ ആദായനികുതി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനെ തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഓഫീസ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ബാരിക്കേഡ് മറികടന്നെത്തിയ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ആദ്യ വരിയിലെ ബാരിക്കേഡ് പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ മറിച്ചിട്ടു. രണ്ടാം വരിയിലെ ബാരിക്കേഡ് ചാടിക്കടന്ന് എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ, സെക്രട്ടറി ജെയിൻ സാമുവൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഡിവൈഎസ്പി ടി.ബി. വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് CS സുജാത ആവശ്യപ്പെട്ടു. കുഞ്ഞുങ്ങൾ എത്ര നന്നായി തയ്യാറെടുത്താണ് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ന് പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷയ്ക്ക് ശേഷമാണ് വളരെ 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 നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള അഴിമതി നടത്തിയിരുന്നു. കാരണം പുറം ലോകം അറിയുന്നത് 67 പേര് 1ാം റാങ്ക് വാങ്ങിച്ച് പുറത്തു വരുന്നു. അതിൽ തന്നെ 7 പേർ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയവർ. ഈ 67 പേരിൽ 47 പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ? ഇത്തരം ആക്ഷേപം ഉയർന്നു വരുമ്പോൾ കൃത്യമായി മറുപടി പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പാർലമെന്റ് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കാരണം ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പം